ഇത് കണ്ടോ? ഇതെന്താ സാധനം എന്നറിയാമോ? 3D പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. PLA എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഓക്കെ. ഈ മെറ്റീരിയലാണ് ഇതിന്റെ ബേസിക്സ്. ഇത് ഇതിൽ കൂടെ വന്ന് ഇത് എക്സ്ട്രൂഡറാ. എക്സ്ട്രൂഡ് ചെയ്ത് ഇതിൽ കൂടെ എടുത്ത് ന്യൂസിലുണ്ട് ഇവിടെ. നമ്മുടെ പ്രൊഡക്റ്റ് എന്താന്നുള്ളത് ജസ്റ്റ് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ സഞ്ചി തൂക്കുന്നത്. അതായത് ഇപ്പോ ഫിസിക്കലി കൈക്ക് ശേഷിയില്ലാത്ത കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അവര് നടക്കുമ്പോ എനിക്ക് കിലിങ്ങി നടക്കാം. ഇങ്ങനെ പിടിച്ച് തുറക്കാൻ പറ്റാത്തവർക്ക് അപ്പോ ഇത് വെച്ചിട്ട് തുറക്കാം, അടയ്ക്കാം. ഇത് കണ്ടോ? ഇതെന്താ സാധനം എന്നറിയാമോ? 3D പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്താണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്, അനന്തകൃഷ്ണൻ. ഹലോ അനന്തകൃഷ്ണൻ. എന്താണ് അനന്തകൃഷ്ണൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ ഇവിടെ ഒരു ബട്ടൺ എയ്ഡ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ 3D പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. ബട്ടൺ എയ്ഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഫിസിക്കലി ബട്ടൺ ഇടുന്നത്, ഷർട്ടിന്റെ ബട്ടൺ ഇടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ബട്ടൺ ഇടനെ ഹോളിന്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ജസ്റ്റ് വലിച്ച ബട്ടൺ ആയി വരും. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഫോർമാലിറ്റി? എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ സ്റ്റാർട്ടിങ്? എങ്ങനെയാണ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ നമ്മ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് സോഫ്റ്റ്വെയർ ഒന്ന് കാണിച്ചു തരുമോ? ഇത് ഓട്ടോഡെസ്കിന്റെ തന്നെ ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. 3D പ്രിന്റർ അത് റീഡ് ചെയ്യണമെങ്കിൽ G കോഡ് എന്ന് പറഞ്ഞ ഫോർമാറ്റാ. അപ്പോൾ G കോഡ് ആക്കണമെങ്കിൽ കുറെ സ്ലൈസസ് ഉണ്ട്. ഇപ്പോൾ പ്രൂസേരി ഉണ്ട്, അൾട്ടിമേക്കറിന്റെ ഉണ്ട്, ബാംബു ലാബ്സിന്റെ. ഇതൊക്കെ ഓരോ 3D പ്രിന്റിംഗ് കമ്പനിയാണ്. ഒരാൾക്ക് ബേസിക് പഠിക്കാൻ ഏറ്റവും നല്ലത് പ്രൂസിയാണ്. അപ്പൊ പ്രൂസിയയില് ഏതാണോ ഫയല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇന്റർഫേസ് കാണുന്നത് ഇതിന്റെ ബെഡ്. അതായത് ഈ കാണുന്ന ഈ ഒരു പ്ലേറ്റ് ആണ് ഇവിടെ ഈ ലാപ്ടോപ്പില് ഈ കാണുന്ന പ്ലേറ്റ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എന്താന്നുള്ളത് ജസ്റ്റ് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏത് പൊസിഷനിലാണ് ഇട്ട് പ്രിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നീക്കി വേണമെങ്കിൽ ഇവിടെ മൂലിക്കയിലിട്ട് വേണമെങ്കിൽ മൂലിക്കയിൽ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് സ്ലൈസ് ചെയ്യാം. സ്ലൈസ് എന്ന് പറയുക ഓപ്പറേഷൻ G കോഡ് ആക്കിയിട്ട് മെമ്മറി കാർഡിൽ കയറ്റാം. സാധാരണ മെമ്മറി കാർഡിനകത്ത് ഇടുക. എന്നിട്ട് ആ മെമ്മറി കാർഡ് കൊണ്ട് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് മെമ്മറി കാർഡ് ഇട്ടേക്കുന്നത് അല്ലേ? ഇതാ ഈ കാണുന്നത്. അതാണ് മെമ്മറി കാർഡിൽ ഇട്ട് കൊടുത്താൽ പിന്നെ അടുത്ത പരിപാടി എങ്ങനെയാണ്? പിന്നെ നമുക്കൊരു സ്ക്രീൻ പോലെ ഒരു ഇതുണ്ട്. ഇതിൽ മെമ്മറി കാർഡ് ഇടുമ്പോ ഇതിപ്പോ പ്രിന്റ് ചെയ്തതുകൊണ്ട് ആ സ്ക്രീനിലേക്ക് പോകാൻ പറ്റില്ല. മെമ്മറി കാർഡ് ഇടുമ്പോ ഫയൽ നെയിം അനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് പ്രിന്റ് ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ മെഷീന്റെ സാധനം ട്യൂൺ ചെയ്യാം. ഇപ്പോ ഞാൻ പ്രിന്റ് സ്പീഡൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് സാധാരണ നോർമലി നോസിൽ ടെമ്പറേച്ചർ പറഞ്ഞാൽ ഇത് ഉരുക്കി ഇത് PLA എന്ന് പറഞ്ഞ മെറ്റീരിയലാ. ഈ മെറ്റീരിയലാണ് ഇതിന്റെ ബേസിക്സ്. ഇതിൽ കൂടെ വന്ന് ഇത് എക്സ്ട്രൂഡറാ. എക്സ്ട്രൂഡ് ചെയ്ത് ഇതിൽ കൂടെ എടുത്ത് ന്യൂസിലുണ്ട് ഇവിടെ. ന്യൂസില് അവിടെ വന്ന് ഹീറ്റായി അതിനനുസരിച്ച് പ്രിന്റ് ആയി ഓരോ ലെയർ അനുസരിച്ച് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേപ്പറിൽ മഷി പ്രിന്റ് ചെയ്യുന്നത് ഏകദേശം അതേ സാധനം തന്നെ. മഷിക്ക് പകരം ഇത് ഇത്രയും കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു എന്താണ് PLA പ്ലാസ്റ്റിക്കിന്റെ ഒരു ത്രെഡ് പോലെയുള്ള ഒരു സംഭവം അത്രേ ഉള്ളൂ. അപ്പോ അതിനനുസരിച്ച് ബെഡും ഹീറ്റാവും. ബെഡ് അത്ര ഹീറ്റ് ഇല്ല, ഒരു 60 ഡിഗ്രി ഇവിടെ ചൂടാവുന്നുണ്ട്. ബെഡ് ഹീറ്റ് ടെമ്പറേച്ചർ ഉണ്ടോ 60 ഡിഗ്രി. എന്നാലല്ലേ ഇത് ഒട്ടി പിടിക്കുള്ളൂ. അതിനനുസരിച്ച് അപ്പൊ നമ്മ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് അത് പ്രിന്റ് ചെയ്തോണ്ടിരിക്കും. ഈ മെഷീൻ എത്ര രൂപയാണ്? ഇതിന് ഒരു 16,000 ആ റേഞ്ചില്. അപ്പൊ ഇതിനകത്ത് ഈ പ്ലേറ്റിന്റെ വലിപ്പത്തിലുള്ള മെറ്റീരിയൽ മാത്രമാണ് മാക്സിമം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു വലിയ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വലിപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ കളറ് വേറെ കളറിൽ കിട്ടും. അപ്പൊ നമ്മള് എന്തൊക്കെയാണ് ഈ ഇരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? സഞ്ചി തൂക്കുന്നത്. അതായത് ഇപ്പോ ഫിസിക്കലി കൈക്ക് ശേഷിയില്ലാത്ത കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അവര് നടക്കുമ്പോ എനിക്ക് കിലിങ്ങി നടക്കാം. അപ്പൊ ഇതിട്ടിട്ട് ഫ്രീ ആയിട്ട് സഞ്ചി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് നടക്കാം. പിന്നെ പ്രായമുള്ളവർക്ക് ഉപയോഗിക്കത്തില്ല. പ്രായമുള്ളവർക്ക് ഇതെന്ന് പറയുന്നത് കുപ്പീര അടപ്പം തുറക്കുന്ന ഇങ്ങനെ പിടിച്ച് തുറക്കാൻ പറ്റാത്തവർക്ക് അപ്പോ ഇത് വെച്ചിട്ട് തുറക്കാം, അടയ്ക്കാം. ഇത് പില്ല്
ഗുളികകളൊക്കെ എടുക്കുന്നത്. മരുന്നിന്റെ ആ ഒരു ഷീറ്റ് അതുകൂടെ വെക്കുക. അപ്പൊ മരുന്ന് മരുന്നിനകത്ത് വന്ന് വീഴും. ഓക്കെ. പിന്നെ ഇതെന്ന് പറഞ്ഞാ പെൻസിലിന്റെ ഒക്കെ തുഞ്ചത്തിരുന്നത് പിടിക്കാൻ ആ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അപ്പൊ അവര് ചിലപ്പോ നമ്മളെ പിടിക്കണ പോലെ ഇങ്ങനെ ഇരിക്കില്ലേ പിടിക്കുക, നമ്മളെനിക്ക് ഇങ്ങനെ പിടിച്ചല്ലേ എഴുതാം. അപ്പൊ അവർക്ക് അങ്ങനെ പിടിക്കാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പിടിക്കാനുള്ള ഒരു ഗ്രിപ്പ്. പിന്നെ ഇത് ഇപ്പൊ ടീസ്പൂൺ ഇല്ല, ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇപ്പൊ ഫോർക്ക് ആണെങ്കിൽ ഫോർക്ക് കൂടെ കയറ്റിട്ട് അങ്ങനെ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ബുക്കൊക്കെ റീഡ് ചെയ്യുമ്പോ ലൈൻ മാറിപ്പോണ്ടിരിക്കാൻ ഇതാണെങ്കിൽ ഈ ലൈനിൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇതും നേരത്തെ പറഞ്ഞ പോലെ പെൻസിലിന്റെ തന്നെ വേറൊരു ഇതാ. ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ പെൻസിൽ വെച്ചിട്ട് പെൻസിൽ ഇതുകൊണ്ട് ഇട്ടിട്ട് അപ്പൊ എഴുതാം. അപ്പോ അതും ഈ ഇങ്ങനെ പിടിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് തന്നെ അവർക്ക് വേണ്ടിട്ട്. ഓക്കെ. ഇനിയിപ്പം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ നടുക്ക് കാണുന്ന ഈ ഒരു ഭാഗമാണ് നേരത്തെ കാണിച്ച പടം പ്രകാരം നമുക്ക് വേണ്ടത്. ഇതിന്റെ ചുറ്റും ഒരു ഇച്ചിരി തിക്നെസ്സിലെ ഒരു സാധനം കാണുന്നുണ്ട്. ഇതിപ്പോ നമ്മത് പൊളിച്ചെടുക്കില്ല. ഇത് പൊളിച്ചെടുക്കുമ്പോ അതില്ലെങ്കിൽ നേരിട്ട് ആ പ്രൊഡക്റ്റ് മിക്കുക. അപ്പൊ എടുക്കുമ്പോ ആ പ്രൊഡക്റ്റ് കംപ്ലൈന്റ് ആവും ചിലപ്പോ. ഇതുണ്ടെങ്കിൽ ആ ലെയറും കൂടി പൊട്ടിച്ചെടുക്കാം. അപ്പൊ ഈ ടൂൾസ് വെച്ചിട്ടാണ് അപ്പൊ ഇതെങ്ങനെ ഇതുപോലെയാണോ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഏകദേശം വരുന്നത്? എന്നിട്ട് അതുമെന്ന് നൈസായിട്ട് ഇളക്കി എടുത്തിട്ട് ഇതൊക്കെ സപ്പോർട്ടാ. ചുറ്റും കാണുന്നതൊക്കെയാണ് സപ്പോർട്ട്, ഓർഗാനിക് സപ്പോർട്ട് എന്ന് പറയും. അത് ഇപോലെ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് വിട്ടുവരും. സുഖമായിട്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്നും വേണമെങ്കിൽ നൈസായിട്ട് ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്യാൻ ഈ ടൂൾസ് ഒക്കെയാണോ ഉപയോഗിക്കുന്നത്? കത്തിയിട്ട് എന്തെങ്കിലും മൂർച്ചയുള്ളത് അത് കഴിഞ്ഞാൽ അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് എന്താണോ വേണ്ടത് അതിന്റെ ഡിസൈൻ നമ്മൾ ഇട്ട് കൊടുക്കുക. ഡിസൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അവസാനം ആ സപ്പോർട്ടുകൾ കളഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലിരിക്കും. വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രയൽ ആൻഡ് എറർ രീതിയിലാണ് എടുക്കുന്നത്? മെയിൻലി 3D പ്രിന്റിങ് പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടിയാണ്. ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ഇതിലേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം കുറെ ടൈം എടുക്കും. അപ്പോ ബൾക്കായിട്ടൊക്കെ മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ 3D പ്രിന്റിങ് ഒരു ഭയങ്കര നല്ലൊരു ഓപ്ഷൻ അല്ല. അപ്പം അനന്തകൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അനന്തകൃഷ്ണൻ ഈ പ്രൊഡക്റ്റും ടൂൾസും ഒക്കെ എവിടെ നിന്നാണ് പഠിച്ചത്? ബേസിക്കലി അതിനോട് താല്പര്യമുള്ളതുകൊണ്ട് ഓരോ ചെയ്യുമ്പോ അതിന്റെ ഒപ്പം പഠിച്ച് വന്നു. യൂട്യൂബും അങ്ങനെയുള്ള ഐഡിയകളൊക്കെ തന്നെ എടുത്താണ് പഠിച്ചത്. അപ്പൊ സ്വയം പഠിച്ചെടുത്ത ഒരു സംഭവമാണ് ഈ ഒരു മെഷീനകത്ത് ഇതെങ്ങനെ ഡിസൈൻ ചെയ്യണം കാര്യങ്ങൾ. നിങ്ങൾക്കും താല്പര്യമുള്ള ആളുകൾക്കൊക്കെ തന്നെ യൂട്യൂബില് ഏതെങ്കിലും പർട്ടിക്കുലർ ചാനലിൽ മെൻഷൻ ചെയ്യാൻ? എല്ലാ ചാനലും അല്ല, ഫ്യൂഷൻ 3D പ്രിന്റിങ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ചാനലൊന്നും ഇല്ല. അപ്പൊ നമ്മളിത് ചെയ്തോണ്ടിരിക്കുമ്പോ വല്ല എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇതില് കീവേഡിൽ സെർച്ച് ചെയ്യാം. അങ്ങനെ കീവേഡ് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും പഠിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഇന്റേൺഷിപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യാം. കെഡിസ്കിന്റെ ഭാഗമായിട്ടാണ് ഈ ഇന്റേൺഷിപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ അനന്തകൃഷ്ണൻ എങ്ങനെയാണ് ഈ 3D പ്രിന്റിംഗ് ഇതിലേക്ക് വന്നത്? ഞാൻ ബേസിക്കലി ഞങ്ങളെ കോളേജിൽ തന്നെ ഒരു 3D പ്രിന്റർ ഉണ്ട്. അപ്പൊ ആ 3D പ്രിന്റർ കണ്ട് നമുക്ക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഓൾറെഡി അറിയാം. എന്നാ 3D പ്രിന്റും ചെയ്യാൻ പറ്റൂലോ എന്നുള്ളൊരു തോട്ടില് കുറച്ച് ഡിസൈൻ ആയി. പിന്നെ 3D പ്രിന്റിംഗ് ആയി. അതിന്റെ ഒരു താല്പര്യം വെച്ചിട്ട് തന്നെ പഠിച്ചു തുടങ്ങി. പിന്നെ ആദ്യമേ ഇങ്ങനെ കീ ചെയിൻസും അങ്ങനെ കസ്റ്റംസ് ആയിട്ടുള്ള കീ ചെയിൻസ് ഒക്കെ ഉണ്ടാക്കി പിന്നെയാണ് ഇങ്ങനത്തെ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രിന്റ് ചെയ്ത് പിന്നെ ഓരോ വട്ടം പ്രിന്റ് ചെയ്യുമ്പോഴും എന്തെങ്കിലും എററൊക്കെ വരും. അത്യാവശ്യം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം ചെയ്യാൻ പഠിക്കും. അപ്പൊ ഇതിലിപ്പോ നമുക്ക് ഒരു പ്രൊഫഷനായിട്ട് എടുക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് എന്താണ് അതിലോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗം? സ്വന്തമായിട്ട് 3D പ്രിന്റർ മേടിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് പ്രൊഡക്ട്സ് ഓരോ സൈറ്റിൽ അവൈലബിൾ ആണ്. തിങ്ങേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറെ സൈറ്റ് ഉണ്ട്. അപ്പൊ കീ ചെയിൻസ് ആയാലും അല്ലെങ്കിൽ ചെറിയ ഹോം യൂട്ടൻസിൽസ് അങ്ങനത്തെ ചെറിയ പ്രൊഡക്ട്സുകളൊക്കെ ഇതിലുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ അത് എടുത്തിട്ട് കസ്റ്റം ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ മതി.
അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഏതെങ്കിലും സ്ലൈസർ വേണം. പക്ഷെ ആ സ്ലൈസറിലിട്ട് G കോഡ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇതൊരു പ്രൊഡക്ഷൻ ബേസിസിൽ വീട്ടിലിരുന്നാലും എടുത്ത് ചെയ്യാൻ പറ്റും. ഇത് ലക്ഷ്മി KDSKലെ പ്രോഗ്രാം മാനേജറാണ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ലക്ഷ്മിയുടെ അടുത്തുനിന്ന് ചോദിച്ചു നോക്കാം. ലക്ഷ്മി, എന്താണ് ഇതിന്റെ ഉദ്ദേശം? നമ്മൾ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ KDSKന്റെ സോഷ്യൽ എന്റർപ്രൈസസ് ആൻഡ് ഇൻക്ലൂഷൻ ഡിവിഷന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് സ്ട്രൈഡ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ സ്ട്രൈഡിന്റെ ഭാഗമായിട്ട് അത് വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്നോവേഷൻ ഹബ്ബായി കേരളത്തിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സ്ട്രൈഡിന്റെ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി അസിസ്റ്റീവ് ലോ ടെക് ഡിവൈസുകൾ നമ്മൾ ബഡ് സ്കൂളുകൾ, കുടുംബശ്രീയുടെ ബഡ് സ്കൂളുകൾ വഴി മാനുഫാക്ചർ ചെയ്ത് അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് തുടങ്ങി. അതാണ് പ്ലാൻ. അതാണ് അപ്പൊ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാം ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. നമ്മൾ അതിന്റെ പൈലറ്റ് സ്റ്റേജ് തുടങ്ങുന്ന ഒരു വളരെ ഇൻഫന്റ് ബേബി സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. അപ്പം ഇത് ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള, അതെ അതെ, ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക്, പിന്നെ എൽഡർലി ആയിട്ടുള്ള ഒരു ഒരു പോപ്പുലേഷന് ഒക്കെ വളരെ സഹായകരമായിട്ടുള്ള, അവരുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടെ ഈസി ആക്കാനും വേണ്ടിയിട്ടുള്ള ലോ ടെക് ആയിട്ടുള്ള ഡിവൈസുകൾ, അസിസ്റ്റീവ് ഡിവൈസുകളാണ് നമ്മൾ ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഋഷഭ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.